ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് തന്നെ എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ് അഥവാ മേരി ക്രിസ്മസ് പറയാണ്. എന്തായാലും നമ്മൾ കഴിഞ്ഞ വട്ടത്തെ ക്രിസ്മസ് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ എന്ന് പറയുന്നൊരു ബസ്സിഡ് നമ്മുടെ സ്വന്തം ബസ്സിഡിലെ ഒരു വീഡിയോ ആയിരുന്നു, സ്റ്റോറി മൂഡ് വീഡിയോ ആയിരുന്നു. ഇത് ഈ വട്ടം അങ്ങനെയല്ല. നമ്മുടെ ബസ്സിലെ സ്റ്റോറി മൂഡ് വീഡിയോ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ട് തന്നെ കുറേ നാളായി. എന്തായാലും ബസ്സിഡൊന്നും എൻ്റെ മൊബൈലിൽ ഇപ്പോൾ ഇല്ല, ഇപ്പം കയറ്റണം. അപ്പോൾ ഇന്ന് ഈ വട്ടത്തെ ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ നമ്മുടെ ഒരു ഫുട്ബോൾ ഗെയിമാണ് നമ്മൾ ചൂസ് ചെയ്തത്. ഇതാണ് എൻ്റെ ഈ ഒരു DLS 2025 എന്ന് പറയുന്ന ഗെയിം. എല്ലാവർക്കും മിക്കവർക്കും അറിയാം, ഫുട്ബോൾ ഗെയിംസൊക്കെ കളിക്കുന്ന എല്ലാവർക്കും അറിയിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഈ ഗെയിമിൽ എൻ്റെ പ്ലേയേഴ്സൊക്കെ ഇങ്ങനെയാണ്. ഇതിൽ വേറെ പ്ലേയേഴ്സൊക്കെ ഉണ്ടായിരുന്നു, ടോണി ക്രൂസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ആൾ റിട്ടയർ ആയി, ആളുടെ കാർഡില്ല. പക്ഷേ ഓൾറെഡി കാർഡുള്ളവർക്ക് ആ കാർഡ് പോകത്തില്ല. അതുകൊണ്ട് ഞാൻ ആളെ പക്ഷേ റിട്ടയർ ആയല്ലോ എന്ന് എഴുതിയിട്ട് ആളെ കളഞ്ഞ്. അങ്ങനെയാണ്. പിന്നെ വേറെ പ്ലേയേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് എൻ്റെ റെക്കോർഡ്. ഇതൊക്കെ ട്രോഫീസൊക്കെ കാണിച്ചു തരാം. എൻ്റെ റാങ്ക് ഇതാണ്, 56 102 മെഡലൊക്കെ ഉണ്ട്, 1020 വിജയമുണ്ട്. DLS 20 തൊട്ട് പിന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് DLS 2020 എന്ന് പറഞ്ഞ ഗെയിം തൊട്ടിട്ടാണ് 1020 വിൻ കേട്ടോ. അതായത് DLS 25 മാത്രമല്ല, DLS 25 നവംബറിലെങ്ങാണ്ടാണ് ഇറങ്ങിയത്. ഡേറ്റ് കൃത്യമായിട്ട് ഓർമ്മയില്ല, നവംബർ 29 എങ്ങാണ്ട്, അതിൻ്റെ ഒരു അടുത്തെങ്ങാണ്ടാണ് ഇറങ്ങിയത് സംഭവം. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിൽ ചെയ്യാൻ പോകുന്നത് കുറേ ഇവൻറ്റും ഇതൊക്കെ ഉണ്ട്. അതിനകത്ത് ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ക്രിസ്മസ് കപ്പ് എന്ന് പറഞ്ഞിട്ട് ഡ്രാഫ്റ്റ്, അതാണ് നമ്മൾ എടുക്കുക. ഇതാണ് സംഭവം. അതായത് നമുക്കിതിൽ ഈ സ്റ്റാർ പ്ലേയേഴ്സിൽ ഒരു പ്ലെയറിനെ കിട്ടും. ഒരു പ്ലെയറെ നമുക്ക് ക്യാപ്റ്റൻ ആക്കാൻ പറ്റും. കണ്ടോ, ഇതിനകത്ത് ഇപ്പോൾ 40 ഡയമണ്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് എൻട്രി കിട്ടത്തുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ 40 ഡയമണ്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ 4-5-1 എന്ന് പറഞ്ഞ ഒരു ഇതാണ് ചൂസ് ചെയ്യുന്നത്, ഒരു ഫോർമേഷനാണ് ചൂസ് ചെയ്യുന്നത്. സെലക്ട് യുവർ ക്യാപ്റ്റൻ. ഞാൻ എംബാപ്പേനെ ചൂസ് ചെയ്യുന്നു. ക്യാപ്റ്റൻ ആണെന്ന് നോക്കണ്ടല്ലോ, റേറ്റിംഗ് നോക്കിയാൽ പോരെ. അതുകൊണ്ട് ഞാൻ എംബാപ്പയെ കൊടുക്കുന്നു. ഓക്കെ, സ്റ്റാർട്ടിങ് GK ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ളത് പിക്ഫോർഡിനാണ്, 79 ഉണ്ട്, പുള്ളീനെ എടുത്തിട്ടുണ്ട്. ഇനി ലെഫ്റ്റ് ബാക്ക് ഗയനെ എടുക്കാം. റൈറ്റ് ബാക്ക് നമുക്ക് തൽക്കാലം ഇതിൽ ആരെടുക്കണം എനിക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റില്ല. ഇത് സെൻറ്റർ ബാക്കാണ്. ഓക്കെ, കിമ്മിനെ എടുത്തിട്ടുണ്ട്, കിം മിൻജേനെ എടുത്തിട്ടുണ്ട് അടുത്ത സെൻറ്റർ ബാക്കായിട്ട്. റൈറ്റ് ബാക്കായിട്ട് നമുക്ക് പെഡ്രോനെ എടുത്തിട്ടുണ്ട്. പെഡ്രോ തന്നെയാണോ എന്തോ, എനിക്ക് ഇങ്ങനെ വോയിസ് കൊടുക്കുമ്പോൾ എനിക്ക് കാണാൻ വരുന്നില്ല. അതാ ലെഫ്റ്റ് മിഡ്ഫീൽഡറായിട്ട് നമ്മൾ ഹ്യൂമിൻസാണ് എടുത്തു. ലെഫ്റ്റ് വിങ്ങറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് നോക്കേണ്ട കാര്യമില്ല. സെൻട്രൽ മിഡ്ഫീൽഡറായിട്ട് ഡിബ്രൂയിനെ എടുത്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞല്ലോ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ മാഡിസൺ എടുത്തിട്ടുണ്ട്. അടുത്തൊരു സെൻട്രൽ മിഡ്ഫീൽഡറായിട്ട് നമുക്ക് ട്രെൻഡ് അലക്സാണ്ടറിനെ കൊടുക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് മാറ്റാലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ട്രെൻഡ് അലക്സാണ്ടറിനെ കൊടുക്കാം. അടുത്തത് നമുക്ക് ചിയേസ പറയാം. ചിയേസ റൈറ്റ് വിങ്ങർ അല്ലേ, പുള്ളീനെ എടുക്കാം. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ഗോൾ കീപ്പർ. ഇതിൽ റേറ്റിംഗ് സാംബയ്ക്കും മറ്റാൾക്കും റേറ്റിംഗ് കുറവാണെങ്കിലും ഇതാണെങ്കിലും സ്റ്റാറ്റ്സ് നോക്കുമ്പോൾ പുള്ളിയാണ് പൊളി, സാംബയാണ്. പിന്നെ ഡീവർജ് കൊടുക്കുന്നുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് മിഡ്ഫീൽഡറായിട്ട് നമുക്ക് മെക്തിരിയാനാ, പ്രൊണൗൺസ് എനിക്ക് അറിഞ്ഞൂടാ, ആളെ വെച്ചിട്ടുണ്ട്. മെക്തിരിയാൻ വെക്കാം, പ്രൊണൗൺസ് എനിക്കറിയില്ല. ഓക്കെ, അവളെ വെച്ചിട്ടുണ്ട്. അടുത്ത മിഡ്ഫീൽഡറായിട്ട് നമുക്ക് മറ്റേ ഗോളോവിൻ, ആളെ വെക്കാം. ഇവിടെ സ്ട്രൈക്കറൊന്നുമില്ല. അറ്റാക്കറായിട്ട് നമുക്ക് വാറ്റ്കിൻസ് ഉണ്ട്, എന്നാലും നമുക്ക് ഡിമരിയനെ വെക്കാം. കാരണം റൈറ്റ് വിങ് കുറച്ചുകൂടി അപ്പോൾ അടിപൊളിയാവുമല്ലോ. ഓക്കെ ഗൈസ്, നമ്മുടെ ഇതാണ് ലൈനപ്പ്. കുറച്ച് അടിപൊളിയാണ്. നമുക്ക് ട്രെൻഡ് അലക്സാണ്ടർ ആർണോൾഡിനെ ഇട്ട് റൈറ്റ് ഇടാം. ഓക്കെ, ഇയാളെ മാറ്റിയിട്ട് നമുക്ക് മെക്തിരിയാനെ കൊണ്ടുവരാം. നമുക്ക് ഡിമരിയ ഉണ്ട്, അതെനിക്കറിയാം. ബട്ട് ഡിമരിയനെ ഇറക്കുന്നതിലും ഡിമരിയ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറക്കാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ബെസ്റ്റ് 11 ഓപ്ഷനൊക്കെ ഉണ്ട്, അത് എടുക്കാവുന്നേ ഉള്ളൂ. ഞാൻ ഇടുന്നില്ല. ഞാൻ എൻ്റെ ഒരു ടാക്ടിക്സ് പകരക്കാരനായിട്ട് ഉള്ളിനെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഉള്ളിനെ ഇറക്കാമെന്നാണ് എൻ്റെ ഒരു വിചാരം. എന്തായാലും ഓക്കെ, നമ്മുടെ ലൈനപ്പ് സെറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് കളി. ഓരോ റൗണ്ട് ഉണ്ടാവും. റൗണ്ടിൽ വേറെ ക്ലബ്ബുകളാവും. വേറെ ക്ലബ്ബുകൾ നമുക്ക് എതിരെ കളിക്കാൻ കിട്ടും. ഓക്കെ, ഇതാണ് സംഭവം. നമ്മുടെ ലൈനപ്പ് അത്ലറ്റിക്കോ മാഡ്രിഡിനെയാണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇതൊരു ഫിഫ ഗെയിമൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ ഇത് റിയൽ ലോഗൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കിട്ടത്തില്ല, കോപ്പിറൈറ്റ് അടിയും. അതുകൊണ്ട് അവരുണ്ടാക്കുന്ന ലോഗോസാണ് വെച്ചിട്ടുള്ള ഈ ഒരു ഗെയിമിൽ. അപ്പോൾ ഇതാണ് മാച്ച് പ്രസൻറ്റേഷൻ. ഇങ്ങനെയാണ് 4-4-2 എന്ന ഫോർമേഷനിലാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് വരുന്നത്. നമ്മൾ 4-5-1. എന്തായാലും
ഞാൻ 4-3-3 ആണ് കളിക്കാറ്, എനിക്കറിയില്ല. പിന്നെ വേറെ സംഭവമുണ്ട്, ഞാൻ ഓൾറെഡി ഒരു ഡ്രാഫ്റ്റ് കളിച്ചതാണ്. ഈ ഒരു DLS25 ആണോ എനിക്ക് ഡൗട്ടുണ്ട്. എന്തായാലും DLS25 ഞാൻ കളിച്ചാണ്. ഓക്കെ, കളിച്ചോണ്ട് ചെയ്തപ്പോഴാണ് അടുത്ത പണി ഇതേ. എൻ്റെ അമ്മ, ആകെയുള്ളൊരു നല്ല പ്ലെയർ ആയിരുന്നു. എൻ്റെ ടീമിലുള്ള ആകെ ഒരു നല്ല പ്ലെയർ ആയിരുന്നു, 86 റേറ്റുള്ളൊരു പ്ലെയർ ആയിരുന്നു എംബാപ്പെ. ആ പുള്ളിക്ക് പരിക്കുപോയി, അവർക്ക് എന്തായാലും റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ട്, അത് മാത്രം ഇത്. എന്തായാലും എൻ്റെ കയ്യിലാണെങ്കിൽ വേറെ സ്ട്രൈക്കറും ഇല്ല. എന്തായാലും ഞാൻ ഗോളോവിനെ വെച്ചിട്ടുണ്ട്. എന്തായാലും നോക്കാം ഫ്രീ കിക്ക് ഗോളാക്കാൻ പറ്റുമോ. ഞാൻ ഇതുവരെ DLS25 ഒരു ഡയറക്റ്റ് ഫ്രീ കിക്ക് ഗോൾ അടിച്ചിട്ടില്ല. എന്താ പറഞ്ഞുകൊണ്ട് അതിന് മുമ്പൊക്കെ പണ്ട് കുറേ അടിച്ചിട്ടുള്ളതാണ്. പക്ഷേ വേറെ സംഭവം ഉണ്ടായി, ലാസ്റ്റ് അവർ വീണ്ടും അടിച്ച് 2-1 ആയല്ലോ. ഇതാ അടുത്തത്, ഈ ഗോളോവിനെങ്ങാനും പരിക്കായിരുന്നെങ്കിൽ മൂഞ്ചിയിരുന്നേ. ഞാൻ എങ്ങനെയൊക്കെയോ ഗോൾ അടിക്കാൻ പോയതാ, വീണ്ടും ഇവരുടെ 7 മാസാട്ടാ. എന്തായാലും അവർക്ക് രണ്ടാമത്തെ റെഡ് കാർഡ് കിട്ടി. ഗോളാവ്, ഇറ്റ്സ് ഗോൾ. ഞാൻ എന്തായാലും ഡയറക്റ്റ് ഫ്രീ കിക്ക് അടിച്ച് ഗോളാക്കി ഇതാക്കാനുള്ള. ഓ ഗോൾ. കണ്ട ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, എന്തായാലും ഡ്രാമ തന്നെയാണ് കേട്ടോ. അവർക്ക് 2 റെഡ് കാർഡ്, അവർ 9 പ്ലേയേഴ്സ് മാത്രമേ ഉള്ളൂ. നമ്മളെന്തായാലും അത് ഗോളാവും ഞാൻ പ്രതീക്ഷിച്ചില്ല. അതെങ്ങനെ ഗോളായെന്ന് എനിക്കിപ്പോഴും അറിഞ്ഞൂടാ. എന്തായാലും ഗൈസ് അടുത്ത സംഭവം ഉണ്ട്, എക്സ്ട്രാ ടൈമിൽ കളി പോയിട്ടോ. ഡി മരിയയുടെ സാധനം, ഇതൊക്കെ എങ്ങനെയാണ് ഗോളാവുന്നത് ഗൈസ്. പെനാൽറ്റി ഷൂട്ടൗട്ടിലോട്ട് കളി എത്തിയിട്ടോ. നമ്മളിതെല്ലാം സ്കിപ്പ് ചെയ്യുവാണ്. പെനാൽറ്റി ഷൂട്ടൗട്ടിലെത്തി. ഞാൻ നന്നായിട്ട് കളിച്ചത് കണ്ടോ, സ്റ്റാറ്റ്സ് ഒക്കെ നമുക്ക് നോക്കാവുന്നേ ഉള്ളൂ. ഞാൻ DLSൽ ഓൾറെഡി ഒരു ഡ്രാഫ്റ്റ് കളിച്ചതാണ്, പക്ഷേ അത് നല്ല ഈസി ആയിരുന്നു, ഞാൻ ഫുള്ള് കപ്പും അടിച്ചു. പക്ഷേ ഇത് നല്ല ഹാർഡാണ് ഗൈസ്. എന്തായി സംഭവം എനിക്ക് അറിഞ്ഞൂടാ. പുതിയ സെറ്റപ്പൊക്കെ വന്ന്, അപ്ഡേറ്റ് ഒക്കെ വന്ന്. ഓക്കെ, പെനാൽറ്റി ഗോൾ. ഓ, ഫസ്റ്റ് തന്നെ മൂഞ്ചി. സെക്കൻഡ് അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ അടിയാണ്, ഗ്രീസ്മാനാണ് അടിക്കുന്നത്. ഓ, ഈസി ആയിട്ട് നേരെ അടിച്ചിട്ടുണ്ട്. ഗോൾ. അത് ആരടിക്കുന്നത് കാണാൻ കഴിയുന്നില്ല. ഗോൾ. യെസ്, കേരളം നമ്മൾ അടിച്ചിട്ടുണ്ട് കേട്ടോ. അവന്മാർ വെറുതെ നിന്ന്. ജൂലിയൻ അൽവാരസ്. ഓ, വീണ്ടും നേരെ അടിക്കുന്നറാ. അവർ ഈ സിമ്പിൾ ഷോട്ട്സിനൊക്കെ പനങ്ങയ്ക്ക് ട്രൈ ചെയ്യാൻ തോന്നുന്നു. എന്തായാലും ഇത് ഗോൾ അടിച്ചേ പറ്റൂ. ഇത് ഗോളായില്ലെങ്കിൽ പെട്ട് കേസ്, പെട്ടു. ഇത് ഗോളായി കഴിഞ്ഞാൽ പിന്നെ ഏകദേശം പൊട്ടി. യെസ്. ഓ, ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല, ഡ്രാമയാണ് കേട്ടോ. ഇത് ഗോളാക്കിയേ പറ്റും നമുക്ക്. ഇത് ഗോളാക്കിയില്ലെങ്കിൽ എന്തായാലും പൊട്ടുന്നൊരു ഇതിലേക്ക് എത്തും. പൊട്ടില്ല എന്നാലും. യെസ്, ഗോൾ. 2-2 ഡ്രോ ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ 4 അടി അടിച്ചു, അവർ 3 അടിച്ചുള്ളൂ. ഇത് ഗോൾ. ഇത് ഗോളായി. ഞാൻ തന്നെ ഗോളെന്ന് പറഞ്ഞേ. എന്തായാലും ഇത് നമ്മൾ ഗോൾ അടിച്ചില്ലെങ്കിൽ മൂഞ്ചി. നമ്മുടെ ലാസ്റ്റ് ഷോട്ടാണ് ഈ റൗണ്ടിലെ ഗോൾ. യെസ്, സ്കോർസ് 3-3. ഇനി ഇത് തടുത്തേ പറ്റൂ. വിറ്റ്സലിൻ്റെ അടി തടുക്കുക. ഓ ഡ്രാമ സി പൊളി. നമ്മളെന്തായാലും 3-3 ഡ്രോയിൽ അവസാനിച്ചിട്ടുണ്ട്. ഇത് ഗോൾ അടിച്ചേ പറ്റൂ. അല്ലെങ്കിൽ പെട്ടു. അയ്യോ, ഇനി ഇതെങ്ങനെയൊക്കെ തടുക്കുക, അതേ എനിക്ക് പറയാനുള്ളൂ. ഇനി ഇതെങ്ങനെയൊക്കെ തടുക്കണം. കളി അവസാനിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ പുതിയ അപ്ഡേറ്റ് അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ DLS24 ആ ഡ്രാഫ്റ്റ് കളിച്ചതെന്ന് തോന്നുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് DLS25 അവന്മാർ ഹാർഡാക്കിയെന്ന് തോന്നുന്നു. എന്തായാലും പ്ലെയർ ഓഫ് ദി മാച്ച് നമ്മുടെ എംബാപ്പയാണ്. കടപ്പഴങ്ങാണ്ട് തന്നെ പരിക്കേറ്റ് പുറത്തായ എംബാപ്പെ ആയിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ. നമ്മുടെ ഒരു സ്റ്റേഡിയം ഒക്കെ ഇതൊക്കെ കാണിച്ചിട്ട് തന്നെ നമുക്ക് എന്തായാലും വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവരോടും മെരി ക്രിസ്മസ് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണുന്നതായിരിക്കും. ബൈ ഫ്രം KLXD.